ഹായ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പോഞ്ച് കേക്കാണ്. ഇതിൽ ഞാൻ എണ്ണയോ ഇല്ല വെണ്ണയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കാതെ തന്നെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ 1 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, മുട്ട 4 എണ്ണം, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, വനില എസൻസ് 1 ടേബിൾ സ്പൂൺ. ഞാനിവിടെ മൈദയൊക്കെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്പൂൺ കൊണ്ട് കോരിയെടുത്തിട്ട് ഇതിനകത്ത് കപ്പിലേക്ക് ഇട്ടിട്ട് കത്തി കൊണ്ട് നേരെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര ആകട്ടെ, ബേക്കിംഗ് പൗഡർ ആകട്ടെ, എല്ലാം അതുപോലെ തന്നെ മെഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ടിന്നിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കുറച്ച് എണ്ണമയം പുരട്ടിയിട്ട് അതിൽ കുറച്ച് മൈദ ഇട്ട് ഒന്ന് തട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം 4 മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് പഞ്ചസാരയില്ലേ, അതിട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി ഞാൻ ഇതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടുകയാണ്. ഹൈ സ്പീഡിലിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ചേർന്നിട്ട് ഒരു തിക്കായിട്ടൊരു ഫോം ആവും. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് എസൻസ്, വനില എസൻസ് 1 ടേബിൾ സ്പൂൺ വനില എസൻസാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ ഈ സ്പോഞ്ച് കേക്ക്. കണ്ടില്ലേ, ഇത് എത്ര നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ബീറ്റ് ചെയ്തത് മതി. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് മൈദയൊക്കെ ഒന്ന് ഇതിലേക്കിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് രണ്ടും ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി കുറേശ്ശെ ഈ മുട്ടയുടെ മിശ്രിതത്തിലേക്ക് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അധികം മിക്സ് ചെയ്യണ്ട കേട്ടോ, കുറേശ്ശെ ഇട്ട് വേണം മിക്സ് ചെയ്യാൻ. കേക്ക് പലതരത്തിലുണ്ടാക്കാൻ പറ്റും. എണ്ണയോ വെണ്ണയോ ഒക്കെ ചേർത്തും ഉണ്ടാക്കാം. അത് ചേർത്തുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ മൈദ മുഴുവനും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി അത് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ പാകത്തിന് മിക്സ് ആയിട്ടുണ്ട്. എടുത്ത് വെച്ചിരുന്ന പാത്രമല്ലേ, മൈദ തട്ടി വെച്ചിരുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് തട്ടി കൊടുക്കണേ. അതിൽ ഉള്ള എയർ ബബിൾസൊക്കെ ഒന്ന് വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചൂടാക്കി വെച്ചിരിക്കുന്ന ഓവനിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ല ചൂടാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.